ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഒട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്ത ആൾക്കാർ ചെയ്യേണ്ട സ്റ്റെപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറയാൻ വേണം. നമുക്ക് വീഡിയോ കാണാം. തുടക്കക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ ടൈം ലിമിറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഷ വശത്താക്കാം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഡെഡിക്കേഷനോട് കൂടി നിങ്ങൾ ഈ ഒരു കാര്യം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2-3 മാസങ്ങൾക്ക് കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. ഫ്ലുവൻസി, ആക്സെൻറ്റ്, ഗ്രാമർ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. അതിന് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബേസിക് ആയിട്ടുള്ള വേർഡ്സ് പഠിക്കുക എന്നുള്ളതാണ്. ബേസിക്കായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേർഡ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ അത്രയും വേർഡ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മാക്സിമം വേർഡ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഗ്രാമർ നോക്കാതെ, അതായത് ഗ്രാമറിന് ഒരിക്കലും മുൻതൂക്കം കൊടുക്കാതെ വേണം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങാൻ. ഗ്രാമർ പഠിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഇപ്പം ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, ചെറിയ കുട്ടികളൊന്നും ഒരിക്കലും ഗ്രാമർ പഠിച്ചിട്ടല്ല അവർ സംസാരിക്കാൻ തുടങ്ങുന്നത്. അവരെപ്പോഴും അവർ കേൾക്കും, അവർ സംസാരിക്കുന്നത് ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് കേട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോവാം. എപ്പോഴും ഓഡിയോസ് കേൾക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാം. ഒരിക്കലും ഗ്രാമറിന് മുൻതൂക്കം കൊടുത്ത് ആദ്യമേ നിങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇംഗ്ലീഷിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുക. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുക. ഇപ്പോൾ രാത്രി കിടക്കാൻ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം, നാളെ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, നാളെ ഞാൻ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും, എന്തൊക്കെയാണ് എൻ്റെ നാളെ എന്തൊക്കെയാണ് എൻ്റെ റുട്ടീൻ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾ ചിന്തിച്ച് തുടങ്ങുക. ഒരിക്കലും മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യരുത്. ഇങ്ങനെ ഇംഗ്ലീഷിൽ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിൽ ഒരുപാട് വേർഡ്സ് രജിസ്റ്റർ ആവും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുകയാണ് ആ സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ മാത്രം ചിന്തിക്കുക. നാലാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഡയറിയിൽ നിങ്ങൾ കുറിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിലായാലും മതി. സാധാരണ നോട്ട്ബുക്കില്ലേ, അതിൽ നിങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എഴുതുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു. പക്ഷേ എഴുതുമ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു വഴിയാണത്. അത് നിങ്ങൾ എഴുതി തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ എത്ര എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞാലും നിങ്ങളത് എഴുതി തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി കൂടെ വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ എഴുതി വെച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ച് തുടങ്ങാം. അതായത് എഴുതി വെച്ച കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ചിന്തിച്ചു, നിങ്ങളുടെ ബ്രെയിനിൽ ഓൾറെഡി ഉണ്ട്, നിങ്ങൾ എഴുതി വെച്ചു. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട്, ഓക്കെ ഞാൻ ഈ കാര്യങ്ങൾ എഴുതി. ഇനി നിങ്ങൾ ആ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. നിങ്ങൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാമറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഗ്രാമറിൻ്റെ യാതൊരു കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട. സംസാരിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കുക. ഗ്രാമർ ഇല്ലെങ്കിലും പ്രശ്നമില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാം. ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു സർക്കിൾ ഉണ്ടാക്കുക, അവരോട് സംസാരിക്കാം. ഒരിക്കലും നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടണം. നമുക്ക് എപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഒരിക്കലും സംസാരിക്കാതിരിക്കുക. സംസാരിക്കണം എന്ന് തോന്നുമ്പോൾ എപ്പോഴും ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കുമ്പോൾ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ആഗ്രഹമുള്ള ഫ്രണ്ട്സിൻ്റെ സർക്കിൾ ഉണ്ടാക്കുക. അവരോട് ഫോണിൽ സംസാരിക്കുമ്പോഴും നേരിട്ട് സംസാരിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക. അത് വളരെ നല്ലൊരു മാർഗ്ഗമാണ്. കാരണം ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇംഗ്ലീഷിൽ ആ ഒരു ഫ്ലുവൻസി തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. ഫ്ലുവൻസി എന്ന് ഞാൻ പറയുമ്പോൾ ദൈനംദിന ജീവിതത്തിൽ, അത് ഡെയിലി ലൈഫിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ ഭയങ്കര ഹൈ ലെവലിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യമല്ല പറയുന്നത്. സാധാരണ ഒരു രീതിയിൽ ഒരു സർവൈവൽ ഇംഗ്ലീഷ്, അതായത് ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഇംഗ്ലീഷ് സംസാരിക്കാനും അവർ പറയുന്നത് മനസ്സിലാക്കാനും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാനും ഉള്ള ഒരു ഇംഗ്ലീഷ് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾ കുഞ്ഞു കുട്ടികൾക്കുള്ള കാർട്ടൂൺസ് കാണുക.
കുഞ്ഞു കുട്ടികൾക്കുള്ള കാർട്ടൂൺസ്, ഇന്ത്യൻ കാർട്ടൂൺസാണ് ഞാൻ പറയുന്നത്. അത് കണ്ട് നിങ്ങൾക്ക് വളരെ വളരെ എന്താ പറയുക ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആ കാർട്ടൂൺസ് എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കുട്ടികൾ കാണുന്ന കാർട്ടൂൺസ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓഡിയോസ് കേൾക്കുക എന്നുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ ഓഡിയോസ് കേൾക്കണം എന്ന്. എൻ്റെ പഴയ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഓഡിയോസ് നിങ്ങൾ കേൾക്കണം. വീഡിയോ കാണുമ്പോൾ നമ്മൾ പകുതി ശ്രദ്ധ കാണുന്നതിലായിരിക്കും, പകുതി നമ്മൾ കേൾക്കൂ. പക്ഷെ നമ്മൾ ഓഡിയോ മാത്രം കേൾക്കുന്ന സമയത്ത് 100% കോൺസെൻട്രേഷൻ നമുക്ക് ആ ഓഡിയോയിൽ കൊടുക്കാൻ പറ്റും. ഒരു യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പറ്റുമെങ്കിൽ ആ ചാനലിൽ നിന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം ആ ചാനൽ സ്പീച്ചിൻ്റെ മാത്രം ചാനലാണ്. ഒരുപാട് ഓഡിയോസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആ ചാനലിൽ പോയിട്ടൊന്ന് നോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നീട് നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് സ്ലോ ആയിട്ട് സംസാരിക്കുക. ഒരിക്കലും ഫാസ്റ്റായിട്ട് സംസാരിച്ചാൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുമെന്ന് വിചാരിക്കരുത്. സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് സംസാരിക്കുക. സ്ലോ ആയിട്ട് സംസാരിക്കുമ്പോൾ ഉള്ള പ്രധാന പ്രയോജനം നമുക്ക് വാക്കുകൾക്ക് തപ്പേണ്ടി വരില്ല. നമുക്ക് വാക്കുകൾ കിട്ടും, പെട്ടെന്ന് തന്നെ കിട്ടും നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കൂടെ. അതുപോലെ തന്നെ നമ്മൾ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യില്ല. ഫിൽറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് എന്നൊക്കെ പറയില്ലേ, അതാണ് ഫിൽറ്റേഴ്സ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത് ആ ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് അത് കേൾക്കുന്ന ആൾക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലുവൻസി ഇല്ലെന്ന് അവർ വിചാരിക്കും. പിന്നീട് നിങ്ങളുടെ വോയിസ് ക്ലിയർ ആയിരിക്കും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഫാസ്റ്റായിട്ട് സംസാരിക്കരുത്. വളരെ സ്ലോ ആയിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിച്ച് തുടങ്ങുക. അത് സംസാരിച്ച് തുടങ്ങുമ്പോഴേ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ഭാവിയിൽ ഫ്ലുവൻസി വരുന്നതോടുകൂടി നിങ്ങൾക്ക് അതുപോലെ തന്നെ സംസാരിക്കാനും പറ്റും. പിന്നീട് ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റിവെക്കും. ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ 2 മണിക്കൂർ എനിക്ക് തോന്നുന്നില്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ നിങ്ങളിപ്പോൾ ഹൗസ് വൈഫോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഡിയോ കേൾക്കണം എന്നുള്ള സമയത്ത് നിങ്ങൾക്കത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ജോലികൾ ചെയ്യാവുന്നതാണ്. ജോലികൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ കേൾക്കുന്ന ഒരാളാണ് ഞാനും അങ്ങനെയാണ് ഇംഗ്ലീഷ് ഒരുപാട് ഒരു 60% ഞാൻ പഠിച്ചെടുത്തത് അങ്ങനെയാണ്. ഓഡിയോസ് കേട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗമാണെന്ന് എൻ്റെ ഒരു ഇതിൽ തന്നെ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു 2 മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് തുടക്കക്കാർക്ക് കേട്ടോ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നതാണ് ഫ്ലുവൻസി, ഗ്രാമർ, ആക്സെൻറ്റ്, അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. തുടക്കത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഫോളോ ചെയ്താൽ കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഭയങ്കര ഇൻസ്പിറേഷൻ കിട്ടി, 2 ദിവസം നിങ്ങൾ ഫോളോ ചെയ്തു, 3-ാമത്തെ ദിവസം നിങ്ങൾ കളഞ്ഞു, എന്നിട്ട് 2 മാസം കഴിയുമ്പോൾ ഇല്ല ആ വീഡിയോ ഒന്നും കൊള്ളില്ല, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതൊരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്തും അത് അതുപോലെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പറയുക. അല്ലാതെ അത് ഫോളോ ചെയ്യാതെ അതിലൊരു സ്റ്റെപ്പ് പോലും ഫോളോ ചെയ്യാതെ നിങ്ങൾ 2-3 ദിവസം ജസ്റ്റ് കഴിഞ്ഞാൽ അത് വിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റെപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടിപ്സും ഈ കാര്യങ്ങളും എല്ലാം തന്നെ. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. ഞാൻ പിന്നെ കുറച്ചും കൂടി ഇംഗ്ലീഷ് പഠിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ദുബായിലാണ് പഠിച്ചതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ച് എനിക്ക് നല്ല ഫ്ലുവൻസി പിന്നീട് വന്നു. അത് പിന്നീടത്തെ കാര്യമാണ്. പക്ഷേ ഞാൻ എനിക്ക് പഠിക്കണമെന്ന് തോന്നി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ഞാൻ ഒരുപാട് ഓഡിയോസ് കേൾക്കുമായിരുന്നു, ഞാൻ ഒരുപാട് റൈറ്റ് ചെയ്യുമായിരുന്നു, ഒരുപാട് ഞാൻ എഴുതി വയ്ക്കുമായിരുന്നു. ഒരു പുതിയൊരു വാക്ക് കാണുമ്പോൾ എനിക്ക് അറിയാത്ത വാക്കാണെങ്കിൽ ഞാൻ ഉടനെ അത് എഴുതി വയ്ക്കും. പിന്നീട് അർത്ഥമൊന്നും അറിഞ്ഞുകൂടെ എഴുതി വെക്കുന്ന സമയത്ത്, പക്ഷെ പിന്നീട് ഞാൻ എന്താണ് എൻ്റെ അർത്ഥം എന്നൊക്കെ നോക്കുന്നത്. പക്ഷെ കാണുമ്പോൾ ഉടനെ ഞാനത് എഴുതി വയ്ക്കും. അത് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്ന സമയത്തും എൻ്റെ ഹിന്ദു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാഗസിനൊക്കെ വായിക്കുന്ന സമയത്ത് എന്തൊരു വാക്ക് എൻ്റെ കണ്ണിൽ പെടുന്നത്, പുതിയൊരു വാക്ക് എനിക്ക് കിട്ടുന്നത് ഞാനത് അപ്പോൾ എഴുതി വയ്ക്കും. എന്നിട്ട് ഞാൻ പിന്നീട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കും, എനിക്ക് അറിയാത്ത വാക്കാണെങ്കിലും. അങ്ങനെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരു ഡെഡിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം. പ്രത്യേകിച്ചും എൻ്റെ ചാനലിൽ കൂടുതൽ ആൾക്കാർ കാണുന്നത് ക്യാബിൻ ക്രൂ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കാണുന്ന ചാനലാണെന്ന് എനിക്കറിയാം. ക്യാബിൻ ക്രൂ ആകണമെങ്കിൽ നിങ്ങൾക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാതെ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് എന്തായാലും സെലക്ഷൻ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും ഈ സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളത് 100% ഷുവറാണ്. കാരണം ഞാൻ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. കാരണം ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും പഠിച്ച ഒരാളല്ല.
മലയാളം മീഡിയത്തിൽ തന്നെ പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയും കുറച്ച് മെസ്സേജ് വന്നിരുന്നു, ചേച്ചി മലയാളം മീഡിയത്തിലാണ് ഞങ്ങൾ പഠിച്ചത്, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. തീർച്ചയായിട്ടും പറ്റും. ലിവിങ് എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ. എന്തെങ്കിലും പുതിയ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ. ഒരുപാട് വീഡിയോസ് പെൻഡിങ് ഉണ്ട്, എല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.